ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. നമുക്കൊന്നൊരു സ്പെഷ്യൽ കക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ. അത് നല്ല മസാലയൊക്കെ ചേർത്ത് വരട്ടിയെടുത്ത ഒരു കക്ക ഫ്രൈ. അപ്പോൾ കക്ക ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണല്ലോ. അപ്പോൾ കക്ക നല്ലപോലെ കഴുകി അതിനുള്ളിലുള്ള അഴുക്കൊക്കെ എല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നീട് പൊടികളാണ്. അപ്പോൾ അതിന് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും മല്ലിപ്പൊടിയുമാണ് അല്പാൽപ്പമാണ് എടുത്തിരിക്കുന്നതല്ല. പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഒക്കെയുണ്ട്. അതിൽ നിന്ന് നമുക്ക് കക്ക ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിനെ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്ത് ഇപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വെള്ളമൊക്കെ നല്ലപോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കക്കയിലുള്ള വെള്ളം തന്നെയാണ് കേട്ടോ, നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിനെ ഈ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതേപോലെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും 2 സവാളയോ ചുവന്നുള്ളിയോ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടികൾ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഗരം മസാലപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കാരണം ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം മാത്രം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കുക. ഇപ്പോൾ കക്കയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഡ്രൈ ആക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടിക്ക് പിടിക്കാതെ, അതായത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പറായിട്ടുള്ള കക്ക ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാ കൂട്ടരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ്, വളരെ എളുപ്പം തയ്യാറാക്കാം, എല്ലാവർക്കും ഇഷ്ടമാക്കുകയും ചെയ്യും. സ്നേഹത്തോടെ അല്ലു.